പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നെവിൻ്റെ വാദമാണ് ശരിക്കും അനാമികയെ കയറ്റി നിർത്തി പൊരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അനാമിക പറയുന്നുണ്ട്, ഇവൻ ഇതുവരെ എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടില്ല, എന്നോടൊപ്പം ഒരു സമയവും ചിലവഴിച്ചിട്ടില്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ഇഷ്ടങ്ങൾ അവൻ അറിയില്ല, അങ്ങനെയൊക്കെയാണ് അവൻ ജീവിക്കുന്നത്. അത് കണ്ട് മടുത്തിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെയും എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ലാസ്റ്റ് സഹിയിട്ട് അനാമിക എനിക്കൊന്നും അറിയത്തില്ല, എന്നോട് ചോദിച്ചാലും എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ ഇത്തിരി വെള്ളം കുടിച്ച അവസ്ഥയിൽ വേണുവും പറയുന്നുണ്ട്, എന്നെ നന്ദകുമാർ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 25 കോടി തരാമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന വേണുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ വാദം നടക്കുന്നു. അവരാകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. പട്ടക്കലിപ്പിൽ നിൽപ്പുണ്ട് ആദർശും നയനും ഒക്കെ. ഇന്ന് പണി കിട്ടുന്നത് ശരിക്കും അനാമികയ്ക്കും വേണുവിനും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.